സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി രന്യ റാവുവിന് കുരുക്കുമുറുകുന്നു. നടിക്കെതിരെ കൊഫെപോസ വകുപ്പും ചുമത്തി. ഡിആർഐയുടെ ശുപാർശ പ്രകാരം സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ ആണ് കൊഫെപോസ ചുമത്തിയത്. മറ്റു പ്രതികളായ തരുൺ രാജു, സാഹിൽ സക്കറിയ ജെയിൻ എന്നിവർക്കെതിരെയും സമാന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. കൊഫെപോസ ചുമത്തിയതിനാൽ രന്യ റാവു അടക്കമുള്ള പ്രതികൾക്ക് 1 വർഷത്തേക്ക് ജാമ്യം ലഭിക്കില്ല. രന്യയും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി നിരന്തരം കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണ ഏജൻസികൾ പുതിയ വകുപ്പ് കൂടി ചുമത്തി കുരുക്കുമുറുക്കിയത്. അറസ്റ്റിലായ പ്രതികൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും കള്ളക്കടത്ത് നടത്തുന്നത് തടയാനും അന്വേഷണവുമായി സഹകരിക്കാതിരുന്നതിനാലുമാണ് കൊഫെപോസ ചുമത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ രന്യ റാവു അടക്കമുള്ള പ്രതികൾ ബംഗളൂരു സെൻട്രൽ ജയിലിലാണ് നിലവിലുള്ളത്. ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നതിനിടെ മാർച്ച് 3-ാം തീയതിയാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് ഡിആർഐ നടി രന്യ റാവുവിനെ അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ 14.2 കിലോ സ്വർണം ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു. ഇതിന് 12.56 കോടി രൂപ വില വരുന്നതാണ്. നടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.6 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 2.67 കോടി രൂപയും പിടിച്ചെടുത്തു. കർണാടകയിലെ ഡിജിപി കെ രാമചന്ദ്ര റാവുവിന്റെ മകളാണ് രന്യ. പിതാവിന്റെ പദവി മറയാക്കിയാണ് രന്യ സ്വർണം കടത്തിയിരുന്നത്. ഡിജിപിയുടെ മകളായതിനാൽ നടിക്ക് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധന ഉണ്ടായിരുന്നില്ല. സ്വർണ്ണക്കടത്തിൽ ഡിജിപി രാമചന്ദ്ര റാവുവിന് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചിരുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനടങ്ങിയ സംഘം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.